ഹലോ ട്രേഡേഴ്സ്, നമ്മളുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. നമ്മൾ ഈ ചാനലിലൂടെ ഒരു റീറ്റെയിലർ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഓട്ടോമേഷൻ ട്രേഡിംഗ് ഇൻഡസ്ട്രിയിൽ സാധ്യമാവുക എന്നുള്ളതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തു പോരുന്നത്. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് MT5 എന്ന പ്ലാറ്റ്ഫോമിൽ ഫോറക്സിൽ നമ്മളുടെ ചെറിയ സ്ട്രാറ്റജികൾ AI ടൂളുകൾ ഉപയോഗിച്ച് കോഡാക്കി ഒരു എക്സ്പെർട്ട് അഡ്വൈസർ ആക്കി ഡിപ്ലോയ് ചെയ്യുന്നത് എങ്ങനെയാണ് അവിടെ അത് ട്രേഡുകൾ ലൈവായിട്ട് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ പഴയ ഒന്ന് രണ്ട് വീഡിയോകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു നമ്മളുടെ ലക്ഷ്യം ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ ഈ ഓട്ടോമേഷൻ സാധ്യമാക്കാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും. അപ്പോൾ ഫൈനലി ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ കുറെ കൂടി അടുത്തിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് ഈ ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഫൈനലി ഒരു വർക്കിംഗ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ഇന്നിവിടെ ഒരു ഓട്ടോമേഷൻ ബോട്ട് വിൽക്കാനോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയോ ട്യൂട്ടോറിയലോ ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മൾ ബേസിക്കലി എന്താണ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിലവിലുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഈ മേഖലയിൽ നമ്മൾക്ക് വീട്ടിലിരുന്ന് തന്നെ എന്തെല്ലാം സാധ്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ആയതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മളുടെ സ്ട്രാറ്റജിയോ നമ്മളുടെ ട്രേഡിംഗ് മെത്തേഡുകളോ ഒന്നും തന്നെ അല്ല നമ്മളെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കുന്നത്. ബേസിക്കലി നമ്മളുടെ ഇമോഷൻസ് നമ്മളുടെ കയ്യിൽ നിൽക്കാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് മാക്സിമം ആളുകളും നഷ്ടങ്ങളിലേക്ക് പോകുന്നത്. നിങ്ങൾ എല്ലാവരും ട്രേഡേഴ്സ് ആണ്, ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് തുടങ്ങുകയും അങ്ങനെ അന്ന് ഞാൻ ഫോറക്സിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഫോറക്സിൽ MT5 ഇങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ MT5 EAകൾ ഉണ്ടാക്കി ഡിപ്ലോയ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് ഒരു പരിധിവരെ വിജയമായിരുന്നത് കൊണ്ട് പിന്നെ എൻ്റെ ചിന്ത വന്നത് എങ്ങനെ നമുക്കിതിനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പുതിയതായി വന്ന AI ടൂളുകളൊക്കെ ഉപയോഗിച്ച് ഈ ഒരു മേഖലയിൽ എക്സ്പ്ലോർ ചെയ്തു വന്നത്. ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പൈത്തൺ ആണ് ഇതിന്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലായിരുന്നു. പ്രത്യേകിച്ച് നമുക്കൊരു ടെക് ബാക്ക്ഗ്രൗണ്ടോ ടെക് മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള പ്രവൃത്തി പരിചയം ഇല്ലാത്ത പക്ഷം കുറച്ചൊരു റിസർച്ചും കാര്യങ്ങളും ഒക്കെ ആവശ്യമായി വരുന്ന ഒരു കാര്യമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ആദ്യമായി ഉണ്ടാക്കിയ മോഡല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതായിരുന്നു ആദ്യമായി ഉണ്ടാക്കിയ മോഡൽ. ഇത് UI മാത്രമാണ് ഈ കാണുന്നത്, യൂസർ ഇന്റർഫേസ് മാത്രമാണ് ഈ കാണുന്നത്. ഇതിന്റെ ബാക്ക് എൻഡിൽ വേറെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ എപ്പോഴെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കാണാം. തൽക്കാലം ഇതായിരുന്നു ഇതിന്റെ ആദ്യമായിട്ട് ഉണ്ടാക്കി. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തത് ഒരു നമ്മളുടെ സിസ്റ്റത്തിൽ തന്നെ ഒരു അഡീഷണൽ ആപ്ലിക്കേഷൻ ആയിട്ടാണ്. ഇത് അത്യാവശ്യം ഫങ്ഷണൽ ആയിരുന്നു. ഇതിപ്പോൾ ലൈവ് മാർക്കറ്റിൽ നിന്ന് ബ്രോക്കർ API വെച്ച് ഡേറ്റ എടുക്കുകയും ബാക്ക് എൻഡിലെ അനാലിസിസ് കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുകയും ഡേറ്റ സേവ് ചെയ്യുകയോ ഒക്കെ ചെയ്തിരുന്നു. ട്രേഡ് ലോഗുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇത് നല്ല സ്ലോ ആയിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ അമെൻമെന്റ് ചെയ്യുമ്പോൾ ഈ ഒരു സിസ്റ്റം ഫുള്ളി ക്രാഷ് ആവുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഈ ഒരു സിസ്റ്റം ആപ്പ് എന്ന ഉള്ള മെത്തേഡിൽ നിന്ന് മാറി നമ്മളൊരു വെബ് യൂസർ ഇന്റർഫേസിലേക്ക് വന്നത്. ഇത് ഒരു ലോക്കൽ സെർവറാണ്, നമ്മളുടെ ബ്രൗസറിലാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലേക്ക് വന്നപ്പോഴത്തേക്കും ഇത് കുറെ കൂടിയൊക്കെ മോഡുലറായി നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യാം, നമുക്ക് ഇതിന് പുതിയ പേജുകൾ ആഡ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ വന്നു. ഇത് കാണാനും ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒക്കെ തോന്നുമല്ലോ. അപ്പം അങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് വന്നത്. അപ്പം എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സിസ്റ്റം, ഇതിന്റെ ബാക്ക് എൻഡിലുള്ള സിസ്റ്റം ബ്രോക്കർ APIയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ബ്രോക്കർ APIയിൽ നിന്ന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡേറ്റ ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മളിവിടെ കസ്റ്റം ആയിട്ട് ഒന്ന് രണ്ട് സാമ്പിൾ സ്ട്രാറ്റജികൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് എനേബിൾ ഡിസേബിൾ ചെയ്യാം. അപ്പോൾ ഇതിൽ എനേബിൾ ആയിരിക്കുന്ന സ്ട്രാറ്റജികൾ നമ്മൾ കുറച്ച് പ്രീഡിഫൈൻഡ് കണ്ടീഷൻസ് വെച്ച് ഓപ്ഷൻ ചെയിനിൽ നിന്ന് ഫെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസുകളുണ്ടല്ലോ, അതിൽ ഏതിലെങ്കിലുമൊക്കെ ഈ സ്ട്രാറ്റജികളുടെ കണ്ടീഷൻ മാച്ച് ആകുമ്പോൾ ഇത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിലവിലൊരു ഓപ്ഷൻ ബൈയിങ്ങിന് വേണ്ടി മാത്രമായിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ഫ്യൂച്ചർ വേണമെങ്കിൽ ഇത് ഓപ്ഷൻ സെല്ലിങ്ങിനോ മറ്റ് സ്റ്റോക്ക് ട്രേഡിങ്ങിനോ ഒക്കെ കൂടെ വേണമെങ്കിൽ നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ട്രേഡ് എടുത്തതിന് ശേഷം ഈ ഒരു വിൻഡോയിൽ ഓപ്പൺ പൊസിഷൻസ് കാണിക്കും, ടുഡേയ്സ് ഇന്നത്തെ കറണ്ട് ഡേയുടെ PNL കാണിക്കും. പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ സിസ്റ്റം സ്റ്റാർട്ടും സ്റ്റോപ്പും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ടെസ്റ്റ് ഫേസിലായതുകൊണ്ട് നമുക്ക് നമ്മളുടെ റിയൽ അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ ഉള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിന് ഇൻബിൽറ്റ് ആയിട്ടൊരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അതിന്റെ ബാലൻസ് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡെമോ അക്കൗണ്ടിലാണ് ട്രേഡുകൾ എടുക്കുക, ഒരു വാലിഡ് എൻട്രി ക്രൈറ്റീരിയ എല്ലാം ഫുൾഫിൽ ആയി കഴിയുമ്പോൾ. അപ്പോൾ ഇതുവരെ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് വരാതിരുന്നത്, ഇതുവരെ ഇതൊരു ഡെമോ ട്രേഡ് പോലും എടുക്കാൻ പാകത്തിനുള്ള ഒരു പരുവത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പലതവണ സിസ്റ്റം പല സ്റ്റേജിൽ ക്രാഷ് ആവും. ഇത് ഫുൾ AI ടൂളുകൾ ഉപയോഗിച്ച് ബിൽഡ് ചെയ്യുന്നത് കൊണ്ട് പല പ്രാവശ്യം
സിസ്റ്റം ക്രാഷ് ആവുകയും പിന്നെ വീണ്ടും ഒന്നേന്ന് തുടങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ AI ടൂളുകൾ ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ AI ടൂളുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഒരു ചേഞ്ച് വരുത്താൻ പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്യുന്ന ഫയലുകളൊക്കെ വേറെ ആയിരിക്കും. ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സെഗ്മെന്റുകളൊക്കെ ക്രാഷ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ റിസർച്ച് ചെയ്യാനായിട്ട് തന്നെ കുറച്ച് ദിവസങ്ങളുടെ സമയം വേണ്ടി വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൽ സിസ്റ്റത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് എടുത്ത ഒരു ട്രേഡാണ്. ഈ 15 രൂപ എന്ന് പറയുന്നത് ഇത് ഒരു ക്വാണ്ടിറ്റിയായിട്ടാണ്. ആ ഒരു കാൽക്കുലേഷൻ ഇവിടെ ചെയ്തിട്ടില്ല. 75 ആണ് ലോട്ട് സൈസ്. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് × 75 എന്ന് വരും. ഇത് നമ്മുടെ പ്രീമിയത്തിലത്തെ 15 രൂപയുടെ മൂവ് ആണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സ്ട്രാറ്റജിയുടെ സെഗ്മെന്റ് ഇപ്പോൾ 3 സ്ട്രാറ്റജികളാണ് വെറുതെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ബാക്ക് എൻഡിൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ട്രാറ്റജികൾ ഇവിടെ വീണ്ടും ആഡ് ഓൺ ചെയ്യാം. എത്രയെണ്ണം വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാം. അതിൽ ഒന്നിലധികം സ്ട്രാറ്റജികൾ ഒരേ സമയം നമുക്ക് പ്രവർത്തിപ്പിക്കാം. അങ്ങനെയൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രാറ്റജി ടെസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഇൻ ഫ്യൂച്ചറിൽ ഇവിടെ ഇതിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അടുത്ത കുറച്ച് ദിവസങ്ങളിൽ വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഒരു സിസ്റ്റത്തിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഐഡിയാസ് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്യാം. ഈ ഓപ്ഷൻ ട്രേഡിംഗ് സിസ്റ്റം എന്നൊക്കെ ചുമ്മാ ഒരു റഫായിട്ട് ഇട്ടതാണ്. അതൊക്കെ പേരൊക്കെ പിന്നീട് മാറ്റാവുന്നതാണ്. പിന്നെ ഇവിടെ ഈ ഒരു ഡീബഗ് വിൻഡോ ഉണ്ട്. ഇവിടെ ഇത് ട്രേഡ് എടുക്കുന്നതും അല്ലെങ്കിൽ ട്രേഡ് എടുക്കാതിരിക്കാനുണ്ടായ കാരണവും അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക് എൻഡിൽ എറേഴ്സ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഇതിവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് സിസ്റ്റത്തിൽ മോഡിഫിക്കേഷൻസ് വരുത്താൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മളുടെ ഒരു UI മാത്രമാണ്. നമുക്കിത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു സംഗതി മാത്രമാണ്. ഇതിന്റെ ഫുൾ ബ്രെയിൻ ഇരിക്കുന്നത് പൈത്തണിലാണ്. പൈത്തണാണ് ഇതിന്റെ കാൽക്കുലേഷൻസും ഡേറ്റ ഫെച്ചിങ്ങും ബ്രോക്കറിന്റെ API കണക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യുന്നത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് മോഡ്യൂളുകൾ ഉണ്ട്. ഡേറ്റ ഫെച്ചിങ് മോഡ്യൂൾ, സ്ട്രാറ്റജി ടെസ്റ്റർ മോഡ്യൂൾ, എക്സിക്യൂഷൻ മോഡ്യൂൾ എന്നൊക്കെ പറഞ്ഞ് 10-12 മോഡ്യൂളുകൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇൻഡെപ്ത് ഞാൻ പോകുന്നില്ല, കുറേയൊക്കെ ടെക്നിക്കലാണ്. അപ്പോൾ ഇതുവരെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാതിരുന്നത് അത് എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല, അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇന്നിത് ഇങ്ങനെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇൻ ഫ്യൂച്ചർ ഇത് വർക്ക് ചെയ്യാറായേക്കാം എന്നുള്ളൊരു തോന്നൽ വന്നത്. അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഉദ്ദേശം ഇൻ ഫ്യൂച്ചറിൽ ഇനി ഇതിലുണ്ടാകുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളും ഈ വീഡിയോ വഴി സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളും ഉണ്ടല്ലോ ട്രേഡ് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട്, ലൈക്ക് ട്രേഡ്ട്രോണും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യാത്തത്, അങ്ങനെയുള്ള അതിന് പകരം എന്തിനാണ് നമ്മൾ ഇൻബിൽട്ട് ആയിട്ട് നമ്മളുടെ ഇതിൽ തന്നെ ബിൽഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഈ 1-2 ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കത് കുറേയൊക്കെ കോംപ്ലക്സ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ അതിൽ ഉള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണോ അതിനനുസരിച്ച് നമുക്ക് സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചധികം എക്സ്പെരിമെന്റുകൾ ഇത്തരം സിസ്റ്റങ്ങളിൽ ചെയ്യേണ്ടതുണ്ടായിരുന്നു. എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ റെങ്കോ ക്യാൻഡിൽ സ്റ്റിക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചുള്ള സ്ട്രാറ്റജികൾ ടെസ്റ്റ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റങ്ങളിൽ നടക്കില്ല. പിന്നെ നമ്മളുടെ ഡേറ്റയൊക്കെ ഒരു ഫൈനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റയൊക്കെയാണ് കൊടുക്കുന്നത്. അവരുടെ ബാക്ക് എൻഡിൽ എങ്ങനെയൊക്കെയാണ് അത് യൂസ് ചെയ്യപ്പെടുക എന്നറിയില്ല. പിന്നെ സ്ട്രാറ്റജികൾ നമ്മൾ ഡിപ്ലോയ് ചെയ്താലും അത് സ്ട്രാറ്റജി പ്രകാരം തന്നെയാണോ അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കൺഫേം ചെയ്യാനൊക്കെ അതിൽ പറ്റുമെന്നും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മെത്തേഡിലേക്ക് വന്നത്. പിന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അത്തരം പ്ലാറ്റ്ഫോമുകളിൽ എക്സിക്യൂഷൻ ഡിലേകൾ വരാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പോൾ അതുകൊണ്ടൊക്കെ അതിലൊരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. ഞാൻ ഒരു പ്ലാറ്റ്ഫോമിനെയും കുറ്റം പറയല്ല, പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ചെറുതാണെങ്കിലും സ്വന്തമായിട്ട് ഇത്തരം ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഇത്തരം ഒരു സിസ്റ്റം നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ഫുൾ കൺട്രോൾ നമ്മളുടെ കയ്യിൽ തന്നെയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഡിലേസ് ഒന്നുമില്ല. നിങ്ങളുടെ API കണക്റ്റഡ് ആണ്. അതിന്റെ സ്പീഡ് അനുസരിച്ച് നമുക്ക് അധികം ട്രാഫിക് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ബ്രോക്കറിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏത് തരം സ്ട്രാറ്റജി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിൽ അതിവിടെ കസ്റ്റം മെയ്ഡ് ചെയ്തിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ ഇത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ഒന്നും ആയിരിക്കില്ല. ഇതിലും നല്ല സിസ്റ്റങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്ന ആളുകൾ നിലവിലുണ്ട്. പല ഫണ്ട് ഹൗസുകൾക്ക് വേണ്ടിയിട്ടും സ്വയം ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ടെക്നിക്കലി നല്ല നോളജുള്ള ആൾക്കാർ നല്ല സിസ്റ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത്ര വലിയൊരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പോലും നമുക്ക് ഇത്തരം സിസ്റ്റങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇത്തരം സിസ്റ്റങ്ങൾ അച്ചീവബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമുക്ക് അല്പം സമയവും പേഷ്യൻസും ഉണ്ടെങ്കിൽ അത്ര വലിയ ടെക് ബാക്ക്ഗ്രൗണ്ടിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിച്ചാൽ ഇതിൽ ഇനി മൾട്ടിപ്പിൾ സ്ട്രാറ്റജികൾ ഉണ്ടാക്കി ഇതിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക, ഡെമോ അക്കൗണ്ടിൽ ഒരു 3-4 മാസം
ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ 3-4 മാസത്തിനിടയ്ക്ക് ഇതിനുള്ള മറ്റു പോരായ്മകൾ കണ്ടെത്തി അത് പരിഹരിക്കുകയും 2-3 നല്ല സ്ട്രാറ്റജികൾ കണ്ടെത്തുകയും ചെയ്താൽ, ഇപ്പോൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്ന 1-2 സ്ട്രാറ്റജികൾ ഉണ്ട്, അത് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മറ്റ് ചില സ്ട്രാറ്റജികളും കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ ഇത് ലൈവ് മാർക്കറ്റിലേക്ക് കണക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ കുറച്ച് അലർട്ടുകളും കുറച്ച് റിസ്ക് കൺട്രോൾ മോഡ്യൂളുകളും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ അധികം നീട്ടുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ ടെക്നോളജിയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിനെ ഒരു ടൂളായി കണ്ടുകൊണ്ട് അതിനെ നിങ്ങൾ എല്ലാവരും ട്രേഡേഴ്സാണ്, അപ്പോൾ അതിനെ എങ്ങനെയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും കുറേയൊക്കെ എങ്കിലും ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നല്ലതായിരിക്കും. നമ്മൾ അങ്ങനെയാണല്ലോ ടെക്നോളജിയുടെ ഒരു കാര്യങ്ങളൊക്കെ ട്രേഡിങ്ങിൽ യൂസ് ചെയ്ത് വരുന്നത്. ചാർട്ടുകളാണെങ്കിലും ഇൻഡിക്കേറ്ററുകളാണെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ടെക്നോളജിയുടെ ഒരു ഗ്രോത്തിന്റെ ഭാഗമായിട്ട് നമ്മളിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മളതെല്ലാം അഡാപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത്, ഈ AI ഒക്കെ വളർച്ചയോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു എഡ്ജ് കണ്ടെത്താൻ പറ്റുമെന്നാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ അനുബന്ധിച്ചിട്ടുള്ള ബാക്കി അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ പലരും ഒരു കമ്മ്യൂണിറ്റി തുടങ്ങുന്ന കാര്യങ്ങളും സംശയങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ആ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഉടനെ തന്നെ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പോ മറ്റോ സ്റ്റാർട്ട് ചെയ്യാം. കാര്യം പല ഐഡിയാസ് ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഇത്തരം കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്നതിൽ കുറെ കൂടി ബെറ്ററായി മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക്